ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇത്. iOS ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെയാണെങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നം എല്ലാവർക്കും വരാറുണ്ട്. അതായത് നമ്മുടെ സ്റ്റോറേജ് എല്ലാം ഫുള്ളായി എന്ന മെസ്സേജ് എല്ലാം വന്ന് ഇത്തരത്തിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ സ്റ്റോറേജ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഫുള്ളാവുകയെല്ലാം ചെയ്യും. അതിനാൽ തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഫോൺ സ്റ്റോറേജ് എല്ലാം ഇതെല്ലാം കറക്റ്റായി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് ഇത്തരത്തിൽ ഈ ഫോൺ സ്റ്റോറേജ് ഇഷ്യൂ എല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക, ഇതിനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഓട്ടോമാറ്റിക്കായി പല ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ആപ്ലിക്കേഷൻസ് എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാകും. ഇത്തരത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഇതിനെല്ലാം തന്നെ ഒരുപാട് സ്പേസ് നമ്മുടെ മൊബൈലിൽ നഷ്ടപ്പെടുന്നുണ്ട്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഈ ആപ്ലിക്കേഷൻ എല്ലാം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്തതെല്ലാം നമ്മുടെ മൊബൈലിൽ നിന്നും റിമൂവ് ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് ഇതുപോലെ സജസ്റ്റഡ് ആയ ആപ്ലിക്കേഷൻ എല്ലാം നമുക്ക് ഇങ്ങനെ കാണിക്കാറുണ്ട്. ഇങ്ങനെ വരുന്ന ഈ ആപ്ലിക്കേഷൻ എല്ലാം ചിലത് നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായി എല്ലാം ഇൻസ്റ്റാൾ ആകാറെല്ലാം ഉണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഒന്നും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഫോൺ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന കുറേ ആപ്ലിക്കേഷൻസ്, ഇത് പ്രീ ഇൻസ്റ്റാൾഡ് ആയി വന്നിരിക്കുന്ന കുറേ ആപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ ഇതിലും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം നിങ്ങളുടെ ഫോണിൽ നിന്നും ആവശ്യമില്ലാത്തതെല്ലാം ഇത്തരത്തിൽ റിമൂവ് ചെയ്ത് കളയുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറേ സ്റ്റോറേജ് എല്ലാം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ചില ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ചില ആപ്ലിക്കേഷൻ്റെ ലൈറ്റ് വേർഷൻ എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനെല്ലാം സാധിക്കും. അതായത് ചില ആപ്ലിക്കേഷൻ നല്ല സ്പേസ് എല്ലാം എടുത്തുള്ളതായിരിക്കും, എന്നാൽ അതേ ഒരു ആപ്ലിക്കേഷൻ്റെ ലൈറ്റ് വേർഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് വേർഷൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് ഒന്നും നഷ്ടപ്പെടുകയുമില്ല, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഇത്തരത്തിൽ ലൈറ്റ് വേർഷൻ ആപ്ലിക്കേഷൻ എല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ്, ഇത്തരത്തിൽ നമ്മൾ ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് എല്ലാം, നിരവധി വീഡിയോസ് അതുപോലെ ഫോട്ടോസ് എല്ലാം എടുത്തിട്ടുണ്ടാകും. ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോസ് എല്ലാം ഇതെല്ലാം തന്നെ റിമൂവ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ആണെങ്കിൽ കൂടി ഇത് നമ്മുടെ ഫോണിൽ അധികം വയ്ക്കാതെ ഇത് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോസ് അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഫോട്ടോസ് എല്ലാം ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇത് വേറെ ഭാഗത്തേക്കൊന്നും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐക്ലൗഡിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്കെല്ലാം ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് നിങ്ങളുടെ ഫോണിലെ ഈ ഒരു സ്പേസ് എല്ലാം നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാനെല്ലാം സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇനി കൂടുതൽ സ്പേസ് എല്ലാം വേണമെങ്കിൽ ഇത്തരത്തിൽ ഐക്ലൗഡ് ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് സബ്സ്ക്രിപ്ഷൻ എല്ലാം നൽകി ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ സ്പേസ് എല്ലാം തന്നെ എടുക്കാൻ സാധിക്കും. അതായത് കൂടുതൽ സ്റ്റോറേജ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ മീഡിയ, ഫോട്ടോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐക്ലൗഡിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗൂഗിൾ ഡ്രൈവിലേക്കെല്ലാം ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഇത്തരത്തിൽ ഒരുപാട് ഡാറ്റാസ് എല്ലാം ഉള്ളവർക്ക് അവർക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വളരെ ചെറിയ എമൗണ്ടിലെല്ലാം നമുക്ക് ഇപ്പോൾ മന്ത്ലി സബ്സ്ക്രിപ്ഷനിലെല്ലാം നമുക്ക് ഇത്തരത്തിൽ ഡാറ്റ സ്പേസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഡാറ്റ സ്പേസ് എല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ നേടിയെടുക്കാം. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഇതിൽ ഒരുപാട് ക്യാഷേഴ്സ് എല്ലാം സ്റ്റോർ ആകുന്നുണ്ട്. അതായത് നമ്മൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫലമായി ഒരുപാട് ക്യാഷെ ഫയൽ, അതായത് ഒരുപാട് സ്റ്റോറേജ് എല്ലാം നഷ്ടപ്പെടും. അതിനാൽ തന്നെ ക്യാഷെ എല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് ഒരുപാട് ലാഭിക്കാനെല്ലാം സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ക്യാഷെ എല്ലാം ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ നിങ്ങളുടെ ഫോണിൽ കൂടുതൽ സ്പേസ് എങ്ങനെ നിങ്ങൾക്ക് നേടിയെടുക്കാം, ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ അവസാനം നൽകാം. അതിനാൽ തന്നെ നിങ്ങൾ ആ വീഡിയോ തീർച്ചയായും കണ്ടു നോക്കുക.
ഇനി കുറേ പേർ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ മൊബൈലിലേക്ക് ഒരുപാട് മ്യൂസിക് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മീഡിയ ഫയൽസ് എല്ലാം ഡൗൺലോഡ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിൽ ചെയ്യാതെ നിങ്ങൾക്ക് സ്ട്രീമിംഗ് സർവീസസ് എല്ലാം യൂസ് ചെയ്യാം. ഉദാഹരണമായി ആപ്പിൾ മ്യൂസിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റിഫൈ ഇത്തരത്തിലുള്ള ഈ ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് MP3 എല്ലാം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുന്നത് ഇത്തരത്തിലെല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ഓപ്ഷനിലുള്ള മ്യൂസിക് എല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഫേവറേറ്റ് എന്ന ഫോൾഡറിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഫോൾഡർ എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാനും സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ്സ് എല്ലാം നിങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാതെ തന്നെ ആക്സസ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഒരുപാട് സ്റ്റോറേജ് എല്ലാം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിൽ അഡീഷണലായി സ്റ്റോറേജ് എല്ലാം ആവശ്യമാണ് എങ്കിൽ നിങ്ങൾക്ക് SD കാർഡ് ഏതെങ്കിലും എല്ലാം പർച്ചേസ് ചെയ്യാം. അതായത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷവും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് കൂടുതൽ സ്പേസ് എല്ലാം വേണമെങ്കിൽ ഇത്തരത്തിൽ SD കാർഡ് എല്ലാം ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോറേജ് എല്ലാം വർദ്ധിപ്പിക്കാം. നമ്മുടെ ഫോണിൽ എപ്പോഴും നമ്മൾ ഒരുപാട് സ്റ്റോറേജ് എല്ലാം വന്നു അതുപോലെ ഇത്തരത്തിൽ ഒരുപാട് മെസ്സേജ് വരികയാണ് നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് എല്ലാം ഫുള്ളാണ് എന്നെല്ലാം മെസ്സേജ് വരുമ്പോൾ ഇത് നമ്മുടെ ഫോണിനെ തന്നെ സ്ലോ ആക്കാറെല്ലാം ഉണ്ട്. അതിനാൽ തന്നെ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ അത്യാവശ്യം സ്റ്റോറേജ് എല്ലാം ഫ്രീ ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്